ഞാൻ എൻ്റേതെന്ന് പറയരുത് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ആരാ പറയണത്? നമ്മൾ പറഞ്ഞു എത്ര ദിവസമായിട്ട് പറഞ്ഞോ? ഞാൻ എൻ്റെ എന്ന് പറയരുതെന്ന് ചിദാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥമില്ലായ്മ പറഞ്ഞില്ലേ? അത് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ പറയരുതെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ഞാൻ ഇല്ലാണ്ടാവുകയല്ല വേണ്ടത്, ഞാൻ വലുതാവുക വേണ്ടത്. അഖിലം ഞാനെന്നളവ് തോന്നിയിട വേണം. ഹരി നാരായണായ നമഃ. ഇത്രയേ ഉള്ളൂ, വേറൊന്നും വേണ്ട. ഇപ്പം ഞാൻ വേണ്ട, വലുതായിക്കോട്ടെ. ഞാൻ എന്തിനാ ചുരുങ്ങണത്? എൻ്റെ ഇല്ലാതാവണ്ട. സ്വാർത്ഥേവ പരാർത്ഥ സദാം പുമാൻ സദാമഗ്രണി. സ്വാർത്ഥം പരാർത്ഥമായിരിക്കുന്നവനാണ് മനുഷ്യന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ. അല്ലാണ്ട് സ്വാർത്ഥം ഇല്ലാത്തവനല്ല. പരാർത്ഥം സ്വാർത്ഥമായി ഭവിച്ചവനാണ് മനുഷ്യന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ. കാരണം അവനാണ് ലോകത്തിന് ഗുണം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റേത് എന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല, പറയില്ല. കുറച്ച് വലുതാവണമെന്നേ ഉള്ളൂ. ഈ പൊട്ടക്കിണറ്റിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഞാൻ എൻ്റേതെന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം കുറച്ചുകൂടി വലുതാവുക, കുറച്ചുകൂടി വലുതാവുക. അങ്ങനെ ഞാനും എൻ്റേതും വലുതായി വലുതായി വരട്ടെ. ഇനി ഏതെങ്കിലും ഒന്നിനെ ഒരു പ്രഭാഷണ മധ്യേ ദുഷിച്ചാൽ അതിൻ്റെ അർത്ഥം അത് നിങ്ങൾ ഉപേക്ഷിക്കണമെന്നല്ല. അവനവൻ്റെ തലത്തിന് യോജ്യമായ രീതിയിൽ വേണം ഓരോരുത്തരും സാധനാക്രമത്തിലൂടെ മുന്നോട്ടേക്ക് പോകേണ്ടത്. ഒരു വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിനോട് നീതി പുലർത്തിക്കൊണ്ട് നമ്മൾ പലതും പറയും. അത് ഓരോ വ്യക്തിയും അവനവൻ്റെ തലത്തിൽ സ്വീകാര്യമായ തോതിലേ ഉൾക്കൊള്ളാൻ പാടുള്ളൂ. വ്യക്തമാണല്ലോ പറഞ്ഞത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ഈ റൂമിൽ, ഈ ഹാളിൽ ഫാനുകൾ, ഈ ലൈറ്റുകൾ ഒക്കെ ഉണ്ട്, ട്യൂബുകൾ. ഇതെല്ലാം വയറിലൂടെ വരുന്ന വൈദ്യുതി പ്രവാഹം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ആ വയറുകളിലൂടെയാണ്. അതിന് സാമാന്യമായിട്ട് ഒരു 15 ആംപിയർ ഉള്ള വയറാണ് ഉപയോഗിച്ചതെന്ന് വിചാരിച്ചോളൂ, താങ്ങുന്നത്. ഇനി വേണ്ട 32 ആയിക്കോട്ടെ, അതിൽ കൂടുതൽ എന്തായാലും ഒരു റെസിഡൻഷ്യൽ വയറിങ്ങിന് ഉപയോഗിക്കില്ല. അവിടെ നമ്മളൊരു 64 ആംപിയർ കടത്തി വിട്ടാലോ കത്തിപ്പോവും. ഇത് മുഴുവൻ കത്തിപ്പോവും, ഒരു സംശയവും ഇല്ല. അതിൻ്റെ അർത്ഥം 64 ആംപിയർ വേണ്ടെന്നാണോ? അത് വേണം, അത് വേണ്ടെടുത്ത് അത് വേണം. അത് പക്ഷെ ഇവിടെ ഘടിപ്പിച്ചേക്കരുത്. ഇതുപോലെയാണ് സാധനാക്രമങ്ങൾ. സാധനാക്രമം ശാസ്ത്ര ചർച്ചയിൽ എല്ലാ തലങ്ങളിലുള്ളതും പ്രതിപാദ്യ വിഷയമാകും. പക്ഷേ ഓരോ വ്യക്തിയും തൻ്റെ നാഡീവ്യവസ്ഥയ്ക്കനുസരിച്ചും തൻ്റെ ബുദ്ധിക്ഷമതയ്ക്കനുസരിച്ചും മാത്രമേ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അനുഷ്ഠിക്കാനും പാടുള്ളൂ. അതിലധികം അനുഷ്ഠിച്ചിട്ട് പ്രശ്നമായിട്ട് നാളെ ശാസ്ത്രത്തെ കുറ്റം പറയരുത്. ശാസ്ത്രത്തിൽ ഇതൊക്കെ ഉണ്ടാവും. സൂപ്പർ മാർക്കറ്റിലുള്ള എല്ലാ സാധനവും നിങ്ങൾ മേടിക്കേണ്ട. ഇതെന്തിനാ അതൊക്കെ കൊണ്ടാവശ്യമെന്ന് ചോദിക്കരുത്. അത് വേണ്ടവർക്ക് അത് വേണം. എനിക്ക് വേണ്ടത് ഞാൻ വാങ്ങിയാൽ മതി. ഇല്ലേ? ശരിയല്ലേ പറഞ്ഞേ? ചിന്തിച്ചു നോക്കുക. അല്ലേ? ഇതല്ല ഈ ഭാരതത്തിൻ്റെ വേദാന്തത്തിൻ്റെ അതിസൂക്ഷ്മ ജ്ഞാന സമ്പന്നനായിരുന്ന ശിവപുരി ബാബ ബ്രിട്ടീഷുകാർ ഇവിടെ അടക്കി വാണിരുന്ന കാലത്ത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഗുരുവായിരുന്നു. ഓർമ്മിക്കുക, വിക്ടോറിയ രാജ്ഞിയുടെ ഗുരുവായിരുന്നു ശിവപുരി ബാബ. 1800കളുടെ ആദ്യഘട്ടത്തിൽ യൂറോപ്പിൽ വ്യാപകമായി സത്സംഗങ്ങൾ ചെയ്ത് അനേകായിരം ശിഷ്യന്മാരുണ്ടായിരുന്ന മഹാത്മാവായിരുന്നു. മലയാളിയായിരുന്നു എന്ന് ഓർമ്മിക്കുക ശിവപുരി ബാബ. ശിവപുരി ബാബ ഒരിക്കൽ ബ്രിട്ടനിലൊരു വലിയ സദസ്സിലാണ്.
വലിയ സത്സംഗമാണ്, ഒരു 10-70 പേരുണ്ട്. അപ്പോൾ ആരോ ഈ പുകവലിയുടെ ദോഷങ്ങളെക്കുറിച്ച് ചോദിച്ചു. വളരെ തന്മയമായി പുകവലിയുടെ ദോഷങ്ങളെക്കുറിച്ച് ശിവപുരി ബാബ പറഞ്ഞു കൊടുത്തു, വളരെ വിസ്തരിച്ചു. പുകവലിച്ചാലുള്ള ദോഷങ്ങളെക്കുറിച്ച് അവിടെ കൂടി എല്ലാവരുടെ കയ്യിലും ചുരുട്ട്, പൈപ്പ്, സിഗരറ്റൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വലിച്ചു തന്നു. കുറച്ചു നേരം കഴിഞ്ഞ ഒരാൾ വന്നു, ശിവപുരി ബാബയെ നമസ്കരിച്ചു, ഒരു സിഗരറ്റ് കൊടുത്തു. ഉടനെ ശിവപുരി ബാബ അത് കൊളുത്തി വലിച്ചു. ഇതെന്താ സ്വാമി, എന്താ സ്വാമി ഞങ്ങളോട് സിഗരറ്റിൻ്റെ ദോഷം പറഞ്ഞിട്ട്? നിങ്ങൾ ദോഷം ചോദിച്ചു, അതുകൊണ്ട് ദോഷം പറഞ്ഞു. നിങ്ങളതിൻ്റെ ഗുണം ചോദിച്ചിരുന്നെങ്കിൽ ഗുണങ്ങൾ പറയുമായിരുന്നു. നിങ്ങളുടെ ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞോ? ഒന്നിൻ്റെ ഗുണദോഷ നിരൂപണം ചെയ്തുകൊണ്ട് അത് ചെയ്യണമെന്നോ തള്ളണമെന്നോ പറഞ്ഞോ? മനസ്സിലായില്ല? എന്താ അഭിപ്രായം? ഇപ്പം ഇവിടെ ഒരാൾ അർത്ഥത്തിൻ്റെ നാനാവിധ ദോഷങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചു എന്ന് വിചാരിച്ചു. ഈ പണം ആഗ്രഹിക്കുന്നവരെങ്ങനെയൊക്കെ നശിച്ചു പോവും, അങ്ങനെയാന്ന് പറഞ്ഞു വിചാരിച്ചോളൂ. ഇത് കഴിഞ്ഞ് ഇയാൾ സ്വത്ത് സമ്പാദിക്കണ ശീലമൊക്കെ നിർത്തിവെച്ചു എന്ന് വിചാരിച്ചോളൂ. പിറ്റേന്നാണ് ഈ സ്വാമിയുടെ വേറൊരു ക്ലാസ്സിന് പോകുന്നത്. ആ ക്ലാസ് എന്താ വെച്ചാൽ ധനം സമ്പാദിക്കേണ്ടുന്നതിൻ്റെ അത്യാവശ്യകതയെക്കുറിച്ചാണ്. അപ്പോൾ ഇതേ സ്വാമി മന്ത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പണം സമ്പാദിക്കണമെന്നും പണമില്ലെങ്കിൽ നശിച്ചു പോകും എന്നുള്ളതൊക്കെയാണ് പറയണത്. സ്വാമി ഇന്നലെ നിങ്ങളാ പറഞ്ഞത് എന്താ? ഇന്നലെ പറഞ്ഞത് ആ വിഷയമായിരുന്നു, ഇന്ന് പറഞ്ഞത് ഇന്നേ വിഷയമാണ്. അപ്പം നിങ്ങൾക്കൊരു വിഷയമല്ല, എനിക്കൊരു വിഷയമല്ല. നിർവിഷയം ബ്രഹ്മ. അത് സ്വീകരിക്കേണ്ടവൻ അത് സ്വീകരിക്കാം, ഇത് സ്വീകരിക്കേണ്ടവന് ഇത് സ്വീകരിക്കാം. ഏതാ ശരി? അത് ശരി. നിന്നോട് വേണ്ടെന്നോ വേണമെന്നോ ഞാൻ പറഞ്ഞോ? നീ അതിൻ്റെ ദോഷം ചോദിച്ചു, ഞാൻ ദോഷം പറഞ്ഞു. ഇവൻ അതിൻ്റെ ഗുണം ചോദിച്ചു, ഗുണം പറഞ്ഞു. വിമർശിച്ചത് അശേഷേണ യഥേച്ഛസി തഥാ കുരു. നീ നല്ലപോലെ വിചാര വിമർശനം ചെയ്ത് എന്താണോ അത് ചെയ്തോളൂ. ഇതാണ് വേദാന്തം. ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചാൽ നന്നായി. ശരി.